നമുക്കിന്ന് പപ്സ് തയ്യാറാക്കാമേ. അതിൻ്റെ ഡോ തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചപ്പാത്തിക്കാലും കുറച്ചുകൂടി ലൂസായിട്ടുള്ള രീതിയിൽ കുഴച്ചെടുക്കാം. ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. ആദ്യമേ ഒരുപാട് വെള്ളം ചേർക്കണ്ട, കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ആവശ്യത്തിന് ചേർക്കുന്നുള്ളൂ. ചൂട് വെള്ളമൊന്നുമല്ലേ, സാദാ വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ടേ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലാണ് കുഴച്ചെടുക്കുന്നത്. ഇച്ചിരി സ്റ്റിക്കി ആയിട്ടുള്ളൊരു പരുവത്തിലാണ് ഞാൻ ആദ്യം കുഴച്ചെടുക്കുന്നത്. കണ്ടില്ലേ, കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള രീതിയിലാണ് കുഴച്ചെടുക്കുന്നത്. ഇനി ഇതിന് നമുക്ക് നമ്മൾ കിച്ചണിലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ച് എടുക്കണം. അപ്പം ഞാൻ കുറേ നേരം കുഴച്ചിട്ട് ആണ് ഈ ഒരു പരുവത്തിൽ കിട്ടിയിരിക്കുന്നത്. ഇതാണ്ട ഒട്ടാത്തൊരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. കുറേ നേരം നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ, എങ്കിലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ 4 കഷ്ണങ്ങളാക്കിയിട്ട് 4 ബോൾസ് ആക്കിയിട്ട് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിലൊഴിച്ച് ഒന്ന് പരത്തി ഇതൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലാക്കിയിടണം. നമുക്കിതിനുള്ള മസാല തയ്ക്കണം. അതിന് സവാള വേണം, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക് വേണം. ആദ്യം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഇതിലോട്ട് ചേർക്കുന്നത് എന്താണ്, സവാളയാണ് ആദ്യമായിട്ട് ചേർക്കുന്നത്. ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുന്നു. ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് ഒന്ന് വാടി കിട്ടണം. അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇതിലോട്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ പച്ചമുളകും ഇത് 3 കൂടെ ചേർത്തിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ആദ്യം ഉപ്പിട്ടാലും പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് പൊടികൾ ചേർക്കാം. ആദ്യം മുളക് പൊടി ചേർക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കാം, പിന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം, കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഗരം മസാലയാണ് ചേർക്കുന്നത്, പിന്നെ മല്ലിയിലയാണ് ചേർക്കുന്നത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളച്ച് റെഡിയായി വരുന്നത് അടച്ച് വയ്ക്കും. നമ്മൾ ഡോ തയ്യാറായിട്ടുണ്ട്, റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ കുഴച്ച് നമ്മളൊരു പപ്സിൻ്റെ ഷീറ്റാക്കി നമ്മളെടുക്കണം. നമ്മൾ കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇതായി വരുന്നുണ്ട്. ഇനി നമ്മളിതിന് ലെയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മടക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് പിന്നെ 2 ഇതായിട്ട് അങ്ങനെ 4 ഇതായിട്ട് 2-3 പ്രാവശ്യം നമ്മളിതുപോലെ പരത്തിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. എങ്കിലേ നമുക്ക് പപ്സിന് ലെയേഴ്സ് കിട്ടുള്ളൂ. അങ്ങനെ ഇതുപോലെ 2-3 പ്രാവശ്യം ആക്കി നമ്മളെടുക്കണം. പ്രോസസ്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു പ്രോസസ്സ് നമ്മൾ 2-3 പ്രാവശ്യം ചെയ്യണം. കണ്ടല്ലേ, ഇങ്ങനെ ആക്കി 2-3 പ്രാവശ്യം ആക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ ലെയേഴ്സ് കിട്ടും. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാം ഇതുപോലെ ആക്കിയെടുക്കണം. ഇതിലോട്ടാണ് നമ്മൾ ഇനി മുട്ടയും നമ്മൾ തയ്യാറാക്കിയ മസാലയും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല വെച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട എടുത്ത് അതിലോട്ട് വെച്ച് കൊടുക്കണം.
പപ്സിൻ്റെ ഇതൊക്കെ നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ എങ്ങനെയൊക്കെയാണ് മുട്ടയുടെ ഷേപ്പും കാര്യങ്ങളും എല്ലാം നമുക്കറിയാമല്ലോ. ആക്കിയിട്ട് നമ്മളിതാ ഈ കാണുന്നത് പോലെ മുകളിലോട്ടൊന്നാക്കി നമ്മൾ പപ്സിൻ്റെ ഷേപ്പിലാക്കി നമ്മളെടുക്കണം. ഇതുപോലെ ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം പപ്സിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. എന്നിട്ട് ഇതിൻ്റെ മണ്ടയിൽ നമ്മൾ എഗ് വാഷ് ചെയ്ത് കൊടുക്കണം. പപ്സിൻ്റെ മുകളിലൊക്കെ നല്ല ഗ്ലേസിങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ എയർ ഫ്രയറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിലോട്ട് വെച്ചിട്ട് 160 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും എൻ്റെ പപ്സ് ഇതാ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും കേട്ടോ പപ്സ്. എല്ലാവരും ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതായതുകൊണ്ട് ഹെൽത്തിയാണ്. ബായ്.